ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷാണിന്ന് പുളിയോദര. നല്ല സ്വാദാണ് ഈ റൈസിന്. പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കാം. വെള്ള അരിയാണ് എടുക്കേണ്ടത്. ചോറ് വയ്ക്കാൻ വേണ്ട പച്ചരിയോ അല്ലെങ്കിൽ സോന മൈസൂരി റൈസോ ഒക്കെ ഉപയോഗിക്കാം. 2 കപ്പ് നല്ലോണം എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് വേവിക്കാം. വേറെ എടുക്കാനുള്ളത് പുളിയാണ്. ചെറുനാരങ്ങ വലുപ്പത്തിലെടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുതിരാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളാണിതൊക്കെ. പച്ചക്കപ്പലണ്ടിയാണ് എടുത്തേക്കണേ. ഉണ്ടാക്കുന്ന നേരത്തെ നമുക്ക് വറുത്തെടുക്കാം. ശർക്കര ചേർക്കുന്നുണ്ട്, പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഉഴുന്ന് അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ് എടുക്കാം. പിന്നെ കുറച്ച് പൊട്ടുകടല. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത്. പാൻ ചൂടായി 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയല്ല, നമ്മൾ നല്ലെണ്ണ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. കപ്പലണ്ടി വറുക്കുക. വറുത്ത കപ്പലണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. 3/4 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ഇനി 1 ടീസ്പൂൺ കടുക്, ഒന്ന് പൊട്ടട്ടെ. പൊട്ടുകടല 1/2 കപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇത്ര ഇട്ടിട്ട് മൂപ്പിക്കാം. പച്ചമണം മാറി നിറം മാറി വരണം. ഒരു 7 വെളുത്തുള്ളി നുറുക്കിയത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വന്നാൽ മതി. ഇനി 8 ചുവന്ന മുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില. ഇളക്കാം. ഇതിൽ നമ്മൾ പച്ചമുളക് ചേർക്കണില്ല, അതുകൊണ്ട് ചുവന്ന മുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ച കപ്പലണ്ടി ചേർക്കാം. ഒന്നിളക്കിയിട്ട് പുളി പിഴിഞ്ഞത് ചേർക്കാം. കറുത്ത പുളിയുടെ തിക്ക് എസൻസാണ് നമ്മൾ ഒഴിച്ചേക്കണേ. പുളി നല്ലോണം തിളച്ച് വരണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒന്ന് ഇളക്കാം. നട്ട്സ് എല്ലാം പുളിയുടെ കൂടെ വഴന്ന് വരണം. വല്ലാണ്ട് അധികം വെള്ളം ഒഴിക്കാണ്ട് വേണം നമ്മൾ പുളി പിഴിഞ്ഞെടുക്കാൻ. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. 2 വലിയ കപ്പ് അരി എടുത്തതുകൊണ്ട് ഇത്രയും വേണം. ശർക്കര ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ്. സാധാരണ ശർക്കര ചേർക്കാറില്ല, ഇങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കാം. പുളിയൊക്കെ വറ്റി തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ മാറി തെളിഞ്ഞ് വരും. ഇനി ഓഫ് ചെയ്യാം. ഇനി വേവിച്ച് ഊറ്റിയ ചോറ് ചേർക്കാം. നല്ലോണം എല്ലാ ഭാഗത്തേക്കും സ്പൈസസ് വരണ പോലെ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് കേടുവരാത്ത ചോറാണ്, അതുകൊണ്ട് യാത്രയ്ക്കൊക്കെ പാക്ക് ചെയ്തെടുക്കാൻ നല്ലതാണ്. വേറെ വിഭവങ്ങളും വേണ്ട. നല്ലോണം യോജിച്ചു എല്ലാം. അങ്ങനെ നല്ല സ്വാദുള്ള പുളിയോദര റെഡി ആയിട്ടുണ്ട്. വേഗം ഉണ്ടാക്കാനും പറ്റും. ഇഷ്ടമായ ഓണത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. താങ്ക് യു.